നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നഷ്ടപ്പെട്ടു പോയ +2 സർട്ടിഫിക്കറ്റ്, ഹയർ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീണ്ടെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ പുതുതായി വന്ന ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ വന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു പരസ്യം ഡെയിലി ന്യൂസ് പേപ്പറിൽ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സാധാരണ 800 മുതൽ 850 രൂപ വരെയാണ് സാധാരണ ഈടാക്കുന്നത്. ഇതിൻ്റെ 2 കോപ്പി നമ്മുടെ കയ്യിൽ എപ്പോഴും എടുത്തു വെക്കണം. ഇതിന് ശേഷം 15 ദിവസത്തിന് ശേഷം നമ്മളൊരു ഒരു സ്റ്റാമ്പ് പേപ്പറിൽ, അതായത് ഇപ്പം നിലവിലുള്ള സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഘടനയൊക്കെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റാമ്പ് പേപ്പർ ഉണ്ടാക്കുമ്പം ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറി അഡ്രസ്സും കൂടി നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് സ്റ്റാമ്പ് പേപ്പർ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള എന്നുള്ള അഡ്രസ്സിൽ ഇതേമാതിരി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ളൊരു സ്റ്റാമ്പ് പേപ്പർ തയ്യാറാക്കിയതിന് ശേഷം നമ്മളൊരു അടുത്തുള്ളൊരു വക്കീലിൻ്റെ, നോട്ടറി വക്കീൽ, ഏതൊരു വക്കീലിൻ്റെ അടുത്തായാലും പോയി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വക്കീൽ മുഖാന്തരം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ സൈൻ ആണ് നമുക്ക് ഈ നോട്ടിങ്ങും കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്സും ഇതിലെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആ വക്കീൽ എഴുതി തയ്യാറാക്കി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അദ്ദേഹം തയ്യാറാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഈ മുദ്രപത്രങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫോം ഉണ്ടാകും. ആ ഫോമിൽ ഒരു ചലാൻ ID കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ട്രഷറിയിൽ പോയിട്ട് +2 സർട്ടിഫിക്കറ്റാണ് നഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ചലാൻ IDയിൽ നമ്മൾ 300 രൂപയുടെ ചലാൻ അടക്കുക. അതിൻ്റെ റിസിപ്റ്റ് നമ്മൾ എടുത്ത് വെക്കണം. ആ റിസിപ്റ്റ് എടുത്ത് വച്ചതിന് ശേഷം നമ്മൾ സ്കൂളിലേക്ക്, അതായത് നമ്മൾ ഏത് സ്കൂളിലാണോ +2 പഠനം പൂർത്തിയാക്കിയത് ആ സ്കൂളിൽ പോയിട്ട് ഈ കാണുന്ന ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ്, ഈ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഇതിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ സർട്ടിഫിക്കറ്റിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി വെച്ച് നമ്മൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ങ്ങളൊക്കെ പൂരിപ്പിച്ച് അവിടുത്തെ പ്രഥമാധ്യാപകൻ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആ സർട്ടിഫിക്കറ്റും എടുത്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒരു 30x30 വരുന്ന ഒരു ആ വലുപ്പത്തിൽ വരുന്ന ഒരു കവറിൽ ഇട്ടതിന് ശേഷം ബാക്കി അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കവറ്, അതായത് നമുക്കിങ്ങോട്ട് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ആ സർട്ടിഫിക്കറ്റ് ഒരു 50 രൂപ, സാധാരണ ഇതിൽ 25 രൂപയുടെ എന്ന് പറഞ്ഞാൽ 50 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് ആ കവറും ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വച്ചതിന് ശേഷം, അതായത് നമ്മൾ അയക്കുന്നതിന് മുമ്പ് 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ ഇട്ട കടലാസുകളൊന്നും കുറഞ്ഞോ കൂടിയോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു തെറ്റു ഒന്നും വരാത്ത രീതിയിൽ ഈ കവറ് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി ഇത് സ്പീഡ് പോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. സ്പീഡ് പോസ്റ്റ് ചെയ്യാനായി നമുക്ക് വേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് സെക്രട്ടറി, ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, തിരുവനന്തപുരം, കേരള എന്നുള്ള അഡ്രസ്സിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് ചെയ്താൽ മിനിമം 30 മുതൽ 40 ദിവസം വരെ ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ പഠിച്ച സ്കൂളിലേക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ ആദ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അധ്യാപകന്. താങ്ക്സ് ഫോർ വാച്ചിങ്.